നേരെ ഒരുപാട് ആയെന്നാ തോന്നണേ. മാധവി, ചായ ആയിട്ടുണ്ടോ? നീ വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. സമയം വൈകി. എടാ, നീ ആ ഭാസ്കരന്റെ മോനല്ലേ? നിനക്ക് എന്താ ഇവിടെ പണി? താൻ തന്നെ പണി നോക്കി പോടോ. എന്തൊരു സ്മെല്ല്! ഞാൻ നിന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ. ഭാസ്കര, തന്റെ മോൻ ആ കച്ചറയിൽ കിടന്ന് കുത്തിമറിയണ്ടല്ല. എന്ത് ചെയ്യാനാ? പഠിപ്പിച്ചൊരു നിലയിൽ ആക്കണമെന്ന് വിചാരം ഉണ്ടായിരുന്നു. തല തിരിഞ്ഞുപോയി. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. അല്ല, രാമറോസ് എവിടെ പോയി? എന്റെ തിലക, ഒന്നും പറയണ്ട. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാ. അവിടെ ചെന്നപ്പോ ഒരൊറ്റ കട തുറന്നിട്ടില്ല. ഇന്ന് ഹർത്താലാണത്രേ. അതെന്തിനാവോ? ഹർത്താൽ എന്തിനാന്ന് വെച്ചാല് അവിടെയുള്ള കച്ചവടക്കാർ മുഴുവനും കൊണ്ടുപോയി കച്ചറ ഇടുന്നത് ഒരു സ്ഥലത്താണല്ലോ. അത് കാരണം അവിടെയുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ നാറിയിട്ട് നിൽക്കാൻ പറ്റണില്ല. അത് കാരണം നാട്ടുകാർ നടത്തണ ഒരു ഹർത്താൽ. ഈ ഹർത്താലും ബന്ധുവും കാരണം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്ത് ചെയ്യാനാ? ഷോ, ആകെ 10 രൂപയേ ഉള്ളൂ. ഇതുകൊണ്ട് കഴിച്ചു ചെന്നാൽ വീട്ടുകാരുടെ വഴക്ക് വേറെ. വേണ്ട, വീട്ടിൽ പോവാം. മാധു, മാധു, എടി മാധവി. അമ്മൂടെ ഇല്ലല്ലോ, പുല്ലരിയാൻ പോയേക്കാ. നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഞാനൊന്നും സ്കൂളിൽ പോയില്ല അച്ഛാ. ആ അംബ്രോസ് പറഞ്ഞല്ലോ നീ കുപ്പയിൽ കൈയിട്ട് വരണ്ടെന്ന്. എന്തിട്ടാ ഇവിടെ പരിപാടി? അതൊക്കെ ഞാൻ ചെയ്തോളാം. പഞ്ചായത്തിൽ നിന്ന് എന്നെ നിർത്തിയിട്ടുണ്ട്. കുപ്പയൊക്കെ ഞാൻ വാരിക്കോളാം. നീ സ്കൂളിൽ പോയാൽ മതി കേട്ടോ. അമ്മയാണ് നിന്നെ ചീത്തയാക്കണത്. അമ്മ ഇങ്ങോട്ട് പറ്റേ. പുല്ലരിച്ചിൽ ഇന്നത്തോടുകൂടി ഞാൻ നിർത്തിത്തരാം. നമ്മുടെ മാധവൻകുട്ടിയല്ലേ? അതെ, മാധവൻകുട്ടി തന്നെ. എന്താ ഇവിടെ കിടക്കണേ? വീണുപോയി. ഇന്നലത്തെ ഹർത്താലിന്റെ ഒരു കോലാവും. അതിനാണല്ലോ ഹർത്താൽ നടത്തണത്. തനിക്ക് വീട്ടിൽ പോയി കിടന്നൂടെ? അതെ, എങ്ങനെ കെട്ടിയോളും മക്കളും അങ്ങോട്ട് കയറ്റുമോ തന്നെ? ആ, എന്റെ കാശിന്റെ എടുത്തോ? അതൊക്കെ തരാത്. എന്ത് താൻ എപ്പോഴും പറയുമല്ലോ പേടിക്കണ തരാന്നേ. അതെ, നമ്മുടെ ഭാസ്കരനെ കണ്ടോ? ഏത് ഭാസ്കരൻ? നമ്മുടെ കുപ്പത്തൊട്ടി ഭാസ്കരനില്ലേ? ആ, കുപ്പത്തൊട്ടി ഭാസ്കരൻ. ഇന്നലെ കണ്ടില്ല. ഇന്നലെ ഹർത്താലല്ലായിരുന്നു. ഓഹോ, ഒന്ന് വരും. 10 രൂപ മേടിച്ചവൻ ഇന്നലെ പോയതാ. ഇതുവരെ വന്നിട്ടില്ല.
അവൻ വന്നത് തന്നെ. താൻ എന്തിന് കാശ് കൊടുക്കാൻ പോയി? പഞ്ചായത്തുകാർ അയാൾക്ക് കാശ് കൊടുക്കണതാണ് ശമ്പളമായിട്ട്. നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചീത്തയാക്കണത്. ഞാനൊരു ചായ കുടിച്ചോട്ടെ എന്നതിൽ കൊടുത്തതാ. അവൻ ചായല കുടിക്കാം, കള്ളുടിക്കാൻ പോവും. ശരി അമൃതേ, ഇതൊക്കെ ഇങ്ങനെ കേൾക്കും. എടാ, ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. വീടൊക്കെ അടച്ചിട്ടേക്കാണ്. നിന്റെ അച്ഛൻ എന്ത് ചെയ്യേ? അച്ഛൻ വേസ്റ്റ് വരാൻ പോയി. എന്താണാവോ കാര്യം? എനിക്കൊരു 1000 രൂപ തരണ്ടായിരുന്നു. ശമ്പളം കിട്ടുമ്പോൾ തരാതെ പറഞ്ഞ. ഒന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. ശരി. ചൊറിഞ്ഞിട്ട് പാടില്ല മേലാകെ. കൊതുകാന്നോ തോന്നണേ. ആകെ കടിച്ചിട്ട് പാടില്ല. ഇത് ഭാസ്കരനല്ലേ? എന്താ ഭാസ്കര ഇവിടെ കിടക്കണേ? ഇവിടുത്തോളം എത്തിയുള്ളൂ അംബ്രോസേ. എനിക്ക് തീരെ വയ്യ. വെയിലത്ത് കിടക്കുമ്പോൾ നല്ല സുഖം. അതാണ്. ഒന്ന് വീട്ടിൽ പോയി കിടക്കണോ? ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ പോണുള്ളൂ. ഹോ, ഭാസ്കര പണിക്ക് പോയില്ലേ? ഇന്ന് പണിക്ക് പോയില്ല. കയ്യും കാലൊക്കെ ചൊറിഞ്ഞ് പൊട്ടണ്. വേസ്റ്റ് വാരിയിട്ടാണ് തോന്നണേ. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ച കാശ് ഉണ്ടാവോ? പൈസയും വീട്ടിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. ആ പൈസയുമായിട്ട് ആസ്പത്രി തന്നെ പോകണം. കള്ളു കുടിച്ച് വേഷം കെട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. പിന്നെ ഭാസ്കര, തിരിച്ചു വരുമ്പോൾ കയ്യുറ വാങ്ങിക്കാൻ മറക്കരുത്. ആ കയ്യാ തിരിച്ചിട്ടേ പണിയെടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? എന്ത് ചെയ്യാനാ? ഈ കച്ചറകട്ട പണിക്ക് പഞ്ചായത്തിൽ ഒരാളും കിട്ടാനില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ കഷ്ടകാലം കൊണ്ട് ചെയ്യണമാണ്. പിന്നെ പഞ്ചായത്തുകാർ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഇതിലെ കേട്ട് ഇതിലെ വിടാറുള്ളൂ. ഇതിലെ കേട്ട് ഇതിലെ വിട്ടാൽ പോരാ. നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും നിൻ്റെ ശരീരത്തിൻ്റെ കാര്യവും നീ തന്നെയാണ് നോക്കേണ്ടത്. മനസ്സിലായോ ഭാസ്കര? ഭാസ്കരൻ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഞാൻ തിരിച്ചു വരുമ്പോൾ കയറിക്കോളാം. ആ ശരി. പഞ്ചായത്ത് വരെ പോയി നോക്കണം. എന്നാ അത്താഴത്തിന് അരിയില്ല. ഏത് സമയം ഒരു അരി 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 അല്ലാണേ. ഇവിടെ എപ്പോ നോക്കിയാലും അരിയില്ല, കോപ്പില്ല എന്നൊക്കെ പറയണേ. ഇത് മാസം കിട്ടിയിട്ട് വേണ്ടേ? മാസല്ലേ കിട്ടുള്ളൂ പഞ്ചായത്തിൽ നിന്ന്. ഭാസ്കരൻ ഇന്ന് വേസ്റ്റ് വരാൻ പോയില്ലേ? ഇന്ന് ഞാൻ പോണില്ല. ഇന്ന് ശമ്പള ദിവസമാണ്. ശമ്പളം വാങ്ങിക്കാൻ പോണം പഞ്ചായത്ത് വരെ. ശരി ഭാസ്കര. ശരിയാണോ? കുപ്പത്തൊട്ടി ഭാസ്കറിനെ ആശുപത്രി കൊണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല. അതെ, എന്നാ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരാം. പാത്തുമ്മ വീട്ടിൽ പോയിക്കോ. വീട്ടിൽ പോണം. ഹലോ. ആ അതെ, വേലായുധനല്ലേ? ആ
ആ കുപ്പത്തൊട്ടി ഭാസ്കരനെ ആശുപത്രി കൊണ്ടുപോയി എന്ന് പറയണേ. ഞാൻ ആശുപത്രിയിലേക്ക് പോയാണ്. ഞാൻ തിരിച്ചു വന്നിട്ട് കാണാം. ഇവിടെ കുറച്ച് പണിയുണ്ട്. പണിക്കാരെ നോക്കി നിൽക്കണ്ട. ഹായ്, അളിയൻ ഭാസ്കരൻ സീരിയസ് ആയിട്ട് ആശുപത്രിയിലുള്ള അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്താ കാര്യം? ഞാൻ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയതാ. പറഞ്ഞിട്ട് കാര്യമില്ല. പണിയെടുക്കുക കാശ് മുഴുവനും വെള്ളം കുടിച്ച് കളയാ. എന്ത് ചെയ്യാനാ? ഇനി ഞാൻ തിരിഞ്ഞു നോക്കില്ല. എൻ്റെ പെങ്ങളെ അവളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ. ഇനി അവളുടെ പാടായി. അല്ല, അവനൊരു മോനില്ലേ? ആ, അവർക്കൊരു മോനുണ്ട്. പക്ഷെ അവൻ്റെ കാര്യം അറിയിക്കുമ്പോൾ എനിക്ക് വിഷമം. ആ ശരി, നിങ്ങളുടെ പണി നടക്കട്ടെ. ഹലോ, ആ ജോർജ് അല്ലേ? ആ ഞാൻ എത്ര പ്രാവശ്യമായി വിളിക്കണം. ആ ഭാസ്കരൻ്റെ കുടുംബസഹായ ഫണ്ടിൻ്റെ പൈസ എന്നിട്ട് മാത്രം കിട്ടിയില്ലല്ലോ. ആ കിട്ടിയിട്ടും വലിയ കാര്യമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതെല്ലാം മരുന്നേ വിദേശത്ത് നിന്ന് വരുത്തുന്നാണ് പറയുന്നത്. ആ ജോർജേ, ഞാൻ ആസ്പത്രിയിൽ പോയിരുന്നു ആ ഭാസ്കരൻ്റെ ഫണ്ടുമായിട്ട്. അവൻ ആസ്പത്രിയിൽ ചാടിപ്പോയി. ആ പൈസ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം ജോർജ്. അല്ല, ഇതെന്തു പറ്റി? രണ്ട് പേരായതാ. എനിക്ക് തീരെ വയ്യ. വേസ്റ്റ് വരലല്ലേ പണി. അതിന്ന് എന്നെ കുമ്മലുകൊണ്ട് ഛർദി വരണാണ്. ആസ്പത്രി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലടൂ. എന്റെ കാര്യം പോക്ക. താൻ ഗവൺമെന്റ് ആശുപത്രിയിൽ നല്ലൊരു ഡോക്ടർ വന്നിട്ടുണ്ട്, ഷാജി. കാശ് വേണ്ടോ? ഭാസ്കര, ഹോസ്പിറ്റലിൽ പോടാ. ഞാൻ എന്റെ പണി നോക്കി പോവാണ്. മോനെ മുത്തു, എന്താ അച്ഛാ? അച്ഛനെ നാറിയിട്ട് വരില്ലല്ല. ഹായ്, അങ്ങോട്ട് അകന്നേക്ക്. ഇത്ര നാളും കുപ്പത്തൊട്ടി വാരി നിങ്ങളെ പോറ്റിയതിന്റെ പ്രതിഫലടായി കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടാലടാ. അമ്മന്റെ മോനെ, അമ്മ പുറത്തു പോയൊക്കെയാണ്. അമ്മ പറഞ്ഞ അച്ഛനെ ഇവിടെ കയറ്റണ്ടെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അമ്മയ്ക്കും വെറുത്തുവല്ലേ? വീട്ടുകാർക്ക് വേണ്ടാത്ത നാട്ടുകാർക്ക് എന്തിനാ? ഞാൻ പോവാണ്. ആരാ? ഞാൻ ഭാസ്കരനാ. ഏത് ഭാസ്കരൻ? എന്നെ അറിയില്ലേ? ഞാൻ ആ വേസ്റ്റ് മാറുന്ന ഭാസ്കരൻ. താനെന്തിനാ ഇവിടെ ഇരിക്കണേ? അയ്യോ, തന്റെ കയ്യുമേം കാലുമേം കുറിച്ച് ചോരണ്ടല്ലോ. ശരിയാവില്ല. പൊക്കോളൂ, പോവാ. പോയില്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. ഞാൻ പോയിക്കോളാം. ഇത്തിരി വെള്ളം തരാവോ? ഇവിടെ വെള്ളമൊന്നുമില്ല. പൊക്കോളാ പൊക്കോളാ. എന്താ ഈ കാലം ആകെ പുതിരായിട്ടിരിക്കാണല്ലോ. ഭാസ്കരനല്ലേ? എന്താ ഭാസ്കരൻ എവിടെ ഇരിക്കണേ? ഞാൻ സുഖമില്ല അംബ്രോസേ. ഞാൻ പുഴയിലേക്ക് പോകാൻ വേണ്ടി വന്നാണ്. എങ്ങനെ പോരാണ്ടിരിക്കുക എൻ്റെ അംബ്രോസേ? ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും അവിടെ കിടക്കുന്ന രോഗികൾക്കും ഒക്കെ വെറുത്തു. ചുരുക്കം പറഞ്ഞ വീട്ടുകാർക്കും വെറുത്തു. ഇത് കണ്ടോ? താൻ എവിടെയെങ്കിലും പോ, നാറിയിട്ട് പാടില്ല. ഞാൻ പോവുകയാണ്. അയാളും എന്നെ വെറുത്ത്. ആരെ വെറുക്കാണ്ടിരിക്കുക?
ആംബ്രോസേ, നമ്മുടെ കുപ്പത്തൊട്ടി ഭാസ്കരൻ പുഴയിൽ മരിച്ചെടുക്കണ്. എൻ്റെ ദൈവമേ, ഇന്നലെ പുഴക്കടവില് ഓയിൽമെന്റ് വരുത്തിയിരിക്കുന്നുണ്ടായിരുന്നല്ല, കുളിക്കാൻ പോണെന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോ ഷോ താനൊന്ന് വന്നേ, ഇത് സത്യമാണോ? സത്യാണ്. വേറെ ആരെങ്കിലും കണ്ട? ആരും കണ്ടല്ല. ആരും കണ്ടിട്ടില്ല. ആരും കണ്ടില്ല. ആരോടും താൻ പറയണ്ട. പറയാനില്ല. നേരെ വീട്ടിൽ പോയിക്കോ. ശരി. ഓ, ഇന്നലെയും കൂടി ഞാൻ പുഴക്കടവിൽ ഇരിക്കണത് കണ്ടതാ. മരിക്കാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ആര് നോക്കാനാ? കരയണ്ട 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 കരയണ്ട, ഞങ്ങളറിഞ്ഞു കരയണ്ട. വന്നത് നമ്മളെ പുലിയുടെ ഭാസ്കരൻ മരിച്ചു. എന്റെ കർത്താവേ.